വയനാട് പുനരധിവാസത്തിലെ വീഴ്ച സംബന്ധിച്ച വിഷയം നിയമസഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം. പുനരധിവാസത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ഏകോപനമില്ലായ്മ, ഫണ്ടുകൾ ചെലവഴിക്കുന്നതിലെ അവ്യക്തത തുടങ്ങിയ വിഷയങ്ങൾ പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കും. അതോടൊപ്പം ആശാ വർക്കർമാരുടെ സമര വിഷയവും പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കും. വിവരങ്ങളുമായി വിഷ്ണു കണ്ണായർ ചേരുന്നുണ്ട്. വിഷ്ണു, ഇന്ന് വീണ്ടും സഭ ചേരുകയാണ്. നിരവധി വിഷയങ്ങളുണ്ട് സഭയിൽ ചർച്ച ചെയ്യാൻ. വിശദാംശങ്ങൾ എങ്ങനെയാണ്? ഹരിത, ഇന്ന് നിയമസഭ ചേരുമ്പോൾ തന്നെ അതിൽ പ്രത്യേകിച്ചും ഇന്ന് പ്രധാനമായും പ്രതിപക്ഷം നോക്കുന്നത് ഈ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ വീഴ്ചയുള്ളതാണ്. അതായത് ഇതിൽ വീഴ്ച വരുത്തിയത് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒന്നിച്ചാണ് എന്നുള്ളൊരു കണക്കുകൂട്ടലിൽ തന്നെയാണ് പ്രതിപക്ഷം നിലനിൽക്കുന്നത്. പ്രതിപക്ഷം ഇതിൽ വ്യക്തമാക്കുന്നത് ഈ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ഒരു സ്വരച്ചേർച്ച അത് വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഫണ്ട് വിനിയോഗം എങ്ങനെയാണ് നടക്കുന്നതെന്നുള്ളതിൽ ഒരു വ്യക്തതയില്ല എന്ന് തന്നെയാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്. ഇതെല്ലാം കൂടി ചേർത്താണ് പ്രതിപക്ഷം ഇന്ന് സഭയിൽ വിഷയം ഉന്നയിക്കുന്നത്. അതിലൊരു കൃത്യമായ ഒരു വിശദീകരണം ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് വേണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. അതേസമയം തന്നെ ഈ ഫണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കേന്ദ്രം എത്രത്തോളം കേരളത്തിനെ അവഗണിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരിക്കും ഭരണപക്ഷം ഇതിനെ പ്രതിരോധിക്കുന്നത്. എന്നാൽ ഈ ഫണ്ട് നൽകുന്നത് മാത്രമല്ല, ഈ പുനരധിവാസത്തിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും അത് പ്രാവർത്തികമാക്കാത്തത് എന്തുകൊണ്ടാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യം. കൂടുതൽ കാര്യങ്ങൾ, അതായത് ഫണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് വന്നതടക്കം വിശദീകരിക്കേണ്ട സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഏതായാലും പ്രതിപക്ഷം ഇത് അടിയന്തര പ്രമേയമായി ഉയർത്താനുള്ള സാധ്യത തന്നെയാണ് ഇവിടെ കാണുന്നത്. അതേസമയം തന്നെ ആശാ വർക്കർമാരുടെ വിഷയം കൂടി സഭയിൽ ഉന്നയിക്കും. ഏതായാലും സിക്കിമിൽ 10,000 രൂപ വെച്ച് ആശാ വർക്കർമാർക്ക് ലഭിക്കുന്നു എന്ന് പറയുന്നത് കാര്യം തെറ്റാണെന്ന് തെളിയിക്കാനായി തന്നെ ഇന്ന് മന്ത്രി വീണ ജോർജ് അതിന് മറുപടി നൽകും എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ആശാ വർക്കർമാരുടെ സമരവും വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള വിഷയം വീണ്ടും പ്രതിപക്ഷം സഭയിൽ ഉയർത്തുന്നത്. ഏതായാലും ആശാ വർക്കർമാരുടെ സമരത്തോടൊപ്പം തന്നെ വളരെ പ്രാധാന്യത്തോടെ തന്നെ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട വിഷയവും പ്രതിപക്ഷം ഉന്നയിക്കുമ്പോൾ കേന്ദ്രത്തെയും കേരളത്തെയും ഒരുപോലെ വിമർശിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. അതേസമയം കേരളത്തിലെ ഭരണപക്ഷം പൂർണ്ണമായി ഇത് കേന്ദ്രത്തിന്റെ തലയിലേക്ക് വച്ചുകെട്ടാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. അതേസമയം തന്നെ ഫണ്ട് വിനിയോഗിക്കുന്ന കാര്യവുമായി കണക്കുകൾ കാണിക്കേണ്ട സാഹചര്യമുണ്ട്. ഏതായാലും സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു പ്രതിരോധം തീർക്കുമെന്നുള്ളതിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ പ്രതിപക്ഷം വലിയ വിമർശനം ഉന്നയിച്ച് സഭ പ്രക്ഷുബ്ധമാക്കാനുള്ള സാധ്യതയും ഇവിടെ കാണുന്നുണ്ട്. ഹരിത. വിഷ്ണു, അതേസമയം തന്നെ ഈ ആശാ വർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഇന്ന് സഭയ്ക്ക് പുറത്തും പ്രതിഷേധിക്കുമെന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് സഭയിൽ വലിയ രീതിയിലുള്ള വാഗ്വാദങ്ങൾക്ക് ഒരു സാധ്യത കൂടി കാണുന്നില്ല. സഭയ്ക്കുള്ളിൽ പ്രതിപക്ഷം ഏതായാലും ഈ വിഷയം ഉന്നയിക്കും. ആശാ വർക്കർമാരുടെ വിഷയം ഇപ്പോൾ ആവർത്തിച്ചു വരുന്ന ഒരു വിഷയം തന്നെയാണ്. ഏതായാലും അത് പ്രതിപക്ഷം ഉന്നയിക്കുന്നതോടൊപ്പം തന്നെ ഭരണപക്ഷം അതുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും പല ദിവസങ്ങളിലായി തന്നെ പല സബ്മിഷനായും ചോദ്യോത്തര വേളയിലുമൊക്കെ പല ഇടങ്ങളിലും ആശാ വർക്കർമാരുടെ വിഷയം ഇടം പിടിച്ചിരുന്നു. ഏതായാലും അടിയന്തര പ്രാധാന്യമുള്ള വിഷയമായി തന്നെ നേരത്തെ പ്രതിപക്ഷം ഇത് അവതരിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആശാ വർക്കർമാരുടെ ആശങ്കയെക്കുറിച്ച് പ്രതിപക്ഷത്തിന് വലിയ കാര്യമായ ഒരു ഇടപെടലുണ്ട്. അതിൽ കൃത്യമായി ഭരണപക്ഷം മറുപടി നൽകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഭരണപക്ഷം അപ്പോഴും പ്രതിപക്ഷത്തോട് വ്യക്തമാക്കുന്നത്, ജനങ്ങളോട് അടക്കം വ്യക്തമാക്കുന്നത്, ആശാ വർക്കർമാർക്ക് ഏറ്റവും കൂടുതൽ പ്രതിഫലം നൽകുന്നത് കേരളമാണ്, ഏറ്റവും കൂടുതൽ ആശാ വർക്കർമാരുള്ളത് കേരളത്തിലാണ്. അതുകൊണ്ട് തന്നെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വലിയ നേട്ടമാണ് ആശാ വർക്കർമാർക്ക് കേരളത്തിലുള്ളത് എന്നാണ് സംസ്ഥാന സർക്കാർ ഭരണപക്ഷം സമർത്ഥിക്കുന്നത്. എന്നാൽ അത് മറ്റുള്ള സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തി അത് മെച്ചപ്പെട്ട രീതിയിലല്ല എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ട് എന്നാണ് ഭരണപക്ഷത്തിന്റെ ആരോപണം. എന്നാൽ അതിനെയൊക്കെ പ്രതിരോധിക്കുന്ന വിധത്തിൽ തന്നെയാണ് പ്രതിപക്ഷം കണക്കുകൾ നിരത്തുന്നത്. എന്നാൽ ഈ കണക്കുകൾ തെറ്റാണെന്ന് തെളിയിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഭരണപക്ഷം.